ആരോഗ്യമന്ത്രി വീണ ജോർജിന് പരിക്കേറ്റതിനെ പരിഹസിച്ച് വയറ്റിൽ കത്രിക കുടുങ്ങിയ കോഴിക്കോട് സ്വദേശി കെ ഹർഷീന. നാടകമേ ഉലകം എന്നാണ് ഹർഷീനയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. വയറ്റിൽ കത്രിക കുടുങ്ങിയാൽ ഒരു പ്രശ്നവുമില്ല, ചെയ്തവർക്കെതിരെ നടപടിയും വേണ്ട. പ്രതിഷേധക്കാരെ കണ്ട് കഴുത്തുളുക്കിയതിന് മന്ത്രിയെ ഐസിയുവിലാക്കുകയും ആക്രമിച്ചവരെ അറസ്റ്റ് ചെയ്യുന്നുവെന്നും ഹർഷീന. അഭിജിത്ത് മുഴക്കുന്നുണ്ട്. ഹർഷീനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങുന്നത് 2017 വീണ ജോർജ് മന്ത്രിയാവുന്നത് 2021 പക്ഷേ അത് കണ്ടെത്തിയതിനു ശേഷം മന്ത്രിയുടെ ഭാഗത്തു നിന്ന് പൂർണ്ണ പിന്തുണ കിട്ടിയിട്ടില്ല എന്നുള്ളതായിരുന്നു ഹർഷീനയുടെ പരാതി. ഇപ്പോൾ ഹർഷീന ട്രോളിയിരിക്കുകയാണോ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ? അഭിജിത്ത്, സർക്കാർ സംവിധാനങ്ങൾക്ക് ഇരട്ടത്താപ്പുണ്ട് എന്ന് പറയാൻ ശ്രമിക്കുകയാണ് ഹർഷീന തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ. ഒരു പരിഹാസ ചുവയുണ്ട്, ഒരു ട്രോളിൻ്റെ ചുവയൊക്കെ ഇതിനുണ്ട്. അരുൺ പറഞ്ഞതുപോലെ തന്നെയാണ് 2017 ഹർഷീനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങുന്നത്. പിന്നീട് 5 വർഷങ്ങൾക്കിപ്പുറം കത്രിക പുറത്തെടുത്തു. പക്ഷേ അതിന് പിന്നാലെ വലിയ സമരം ഹർഷീനയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത് ഈ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുക, കൃത്യമായ രീതിയിലുള്ള നഷ്ടപരിഹാരം നൽകുക എന്നുള്ളതിനെക്കുറിച്ചാണ്. ആരോഗ്യമന്ത്രി തന്നെ നേരിട്ട് വന്ന് കണ്ടിരുന്നു, കെട്ടിപ്പിടിച്ചിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു പിന്തുണയും ആരോഗ്യമന്ത്രിയിൽ നിന്ന് ലഭിച്ചില്ല എന്നുള്ളതായിരുന്നു ഹർഷീനയുടെ പ്രധാനപ്പെട്ട കുറ്റപ്പെടുത്തൽ. എന്നാൽ ഇന്നലെ നടന്ന ഈ സംഭവത്തെ ഇതുമായി ചേർത്ത് വെച്ചാണ് ഹർഷീന പരിഹസിക്കുന്നത്. കാരണം ഇങ്ങനെയൊരു പ്രതിഷേധം അവിടെ ഉണ്ടാകുന്നു, പ്രതിഷേധക്കാരെ കണ്ടതിന് പിന്നാലെ മന്ത്രിയുടെ കഴുത്തൊന്നുളുക്കുന്നു. തുടർന്ന് വലിയ രീതിയിലുള്ള ഇടപെടൽ സർക്കാർ സംവിധാനങ്ങളിൽ നിന്നുണ്ടാവുകയാണ്. ഈ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്യുന്നു, മന്ത്രിയെ ഐസിയുവിലാക്കുന്നു. പക്ഷേ 5 വർഷക്കാലം തൻ്റെ വയറ്റിൽ കത്രിക കുടുങ്ങിയിട്ട് ആ രീതിയിലുള്ള ഇടപെടൽ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഹർഷീന ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത്. അതായത് ഒരു നഷ്ടപരിഹാരം അത് കൃത്യമായ രീതിയിൽ തനിക്ക് ലഭിച്ചിട്ടില്ല, കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്തിട്ടില്ല. അങ്ങനെ വലിയ പ്രശ്നം തനിക്ക് നേരെ ഉണ്ടായപ്പോൾ യാതൊരു വിധത്തിലുള്ള ആ രീതിയിലുള്ള ഇടപെടലും ഉണ്ടായിട്ടില്ല. നാടകമേ ഉലകം എന്ന ഒരു വരി കൂടി തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ ഹർഷീന ഏതായാലും ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. അരുൺകുമാർ.